ബജിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുട്ട ബജി തയ്യാറാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 1.5 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് അരിമാവ് കൂടെ ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി വേണമെങ്കിലും ചേർത്താം. അരിമാവ് ചേർത്തി തയ്യാറാക്കുമ്പോൾ നല്ലപോലെ സോഫ്റ്റായി കിട്ടും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ അരിമാവ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്താം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്തി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്താം. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടച്ചു വയ്ക്കാം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. മുട്ട ബജി തയ്യാറാക്കാനായിട്ട് നമ്മൾ മുട്ട ഒന്ന് വേവിച്ചെടുത്താണ്. 4 മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2ആയി ഒന്ന് മുറിച്ചെടുക്കാം. ഇപ്പം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിലായിട്ട് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട ബജി തയ്യാറാക്കി തുടങ്ങാം. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ തുറന്ന് നോക്കിയതാണ്. നമുക്കിനി ഒന്നുകൂടെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെച്ച് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. നമ്മൾ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ മുട്ട ബജി തയ്യാറാക്കി തുടങ്ങാം. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ബജി റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴാണ് നമ്മൾ എടുത്ത് മാറ്റേണ്ടത്. തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ മുട്ട ബജി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഞങ്ങളെല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മുട്ട ബജി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്